ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ട് ധർമ്മൻ്റെ മുറിയിലേക്ക് ചെല്ലാൻ പറയാട്ടോ. അപ്പോൾ ആ കുട്ടി പോകാൻ വേണ്ടി പഠിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഇന്ദിരാമ്മ വന്ന് പറയുന്നുണ്ട്, ആ മോളെ, കുടുംബജീവിതം ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങുകയാണ്. ഐശ്വര്യമായിട്ടൊരു ജീവിതം തുടങ്ങട്ടെ. ഇന്ന് മുതൽ നിങ്ങൾ ഗൃഹനാഥയും ഗൃഹനാഥനുമാണ്. ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാനായിട്ട്. പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കണം. അതുകൊണ്ട് ഈ പാല് കൊണ്ടുപോയി രണ്ടുപേരായിട്ട് പകത്ത് കഴിക്കണമെന്ന് പറഞ്ഞ് കൊടുത്തുവിടാണ്. സുകന്യ നേരെ അകത്തേക്ക് കയറി വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ധർമ്മൻ അവിടെ ഇരിക്കുകയാണ്. ബെഡ്റൂമെല്ലാം നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട് പൂക്കൾ കൊണ്ട്. അപ്പോൾ അയാൾ ആലോചിക്കുകയാണ്, എന്തൊക്കെയായാലും ഒരു നിർണായക സാഹചര്യത്തിൽ മറ്റൊന്നും ആലോചിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് വരാമെന്ന് സമ്മതിച്ച ഒരു പെൺകുട്ടിയാണ് ഈ സുകന്യ. ഞാൻ ആരാണെന്നോ എൻ്റെ സ്വഭാവം എന്താണെന്നോ ഒന്നും ആ കുട്ടി നോക്കിയിട്ടില്ല. സത്യത്തിൽ ഒരു വലിയ ത്യാഗമാണ് ആ കുട്ടി ചെയ്തത്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ കുട്ടിയുടെ കണ്ണ് നിറയാൻ പാടില്ല. അവൾക്ക് ഒരു കുറവും വരാനും പാടില്ല. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാലുമായിട്ട് സുകന്യ ഡോറ് തുറന്ന് കയറി വരുവാട്ടോ. സുകന്യ കാണുമ്പോൾ തന്നെ ചെറിയൊരു വിറയിലും നാണവും ഒക്കെ നമ്മുടെ ധർമ്മനുണ്ട്. അപ്പോൾ സുകന്യ ചിരിച്ചും കൊണ്ട് തന്നെയാണ് കയറി വരുന്നത്. പക്ഷേ ധർമ്മൻ എന്തോ ഒരു വല്ലാത്ത ചമ്മലാണ്. ആ പാല് കയ്യിലേക്ക് കൊടുക്കണം. എന്നാ ചേട്ടാ പാല്. ആ അത് ശരി, ശരിയെന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ ആ പാലങ്ങോട്ട് കയ്യിൽ വാങ്ങാം കേട്ടോ. എന്നിട്ട് കുടിക്ക് എന്ന് പറയണ്ട. അവസാനം ധർമ്മൻ അത് കയ്യിലേക്ക് വാങ്ങാൻ തന്നെ ഒരു പേടി. എന്നിട്ടും വിറച്ചാണ് ആ ഗ്ലാസ് പിടിക്കുന്നത്. കാരണം സുകന്യയുടെ കയ്യിലെങ്ങാനും തട്ടിയാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, കൈ വരയ്ക്കുന്നുണ്ടല്ലോ. ആരുടെ കൈ വരച്ചു? എൻ്റെ കൈയോ? ഒന്നുമില്ല. എന്താ ചേട്ടാ, വിയർക്കുന്നുണ്ടോ? അതെ, ഞാനും അങ്ങനെയാണ്, ഭയങ്കര വിയർപ്പാണ്. കടയിലായാലും അങ്ങനെ തന്നെ, ഫുൾ വിയർപ്പാണ് എന്നും പറഞ്ഞ് വിറയ്ക്കുന്നുണ്ട്. ചേട്ടൻ പാൽ കുടിക്ക്, തണുത്ത് പോവും. കുടിക്കാം, ഓരോ ചടങ്ങുകളല്ലേ. അതെ. അങ്ങനെ ധർമ്മൻ പകുതി പാല് കുടിച്ചിട്ട് ബാക്കി പകുതി സുകന്യയുടെ കയ്യിലേക്ക് വെച്ച് നീട്ടാണ് കേട്ടോ. അപ്പോൾ സുകന്യ അത് നോക്കിയിട്ട്, എനിക്കെന്തിനാണ്? അല്ല പാല് അതെന്തിനാ എനിക്ക്? അല്ല, എനിക്കങ്ങനെ ആരും കുടിക്കണതിൻ്റെ പകുതിയൊന്നും എനിക്ക് കുടിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ധർമ്മൻ്റെ മുഖം വല്ലാതെ അങ്ങ് തളർന്നു പോയിട്ടോ. അത് കേൾക്കുമ്പം പിന്നെ സുകന്യ പറയുന്നുണ്ട്, ചേട്ടൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, എൻ്റെ ശീലം അങ്ങനെയാണ്. അതുകൊണ്ടാണ്. അല്ല, എന്നാലും നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ, അപ്പോൾ പകുതി കഴിക്കണ്ടേ? വേറൊരു ക്ലാസ്സിൽ പകർത്തി തന്നിരുന്നെങ്കിൽ ഞാൻ കുടിച്ചിട്ടായിരുന്നു. സാരമില്ല, ചേട്ടൻ കുടിച്ചോ. അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഭർത്താവും ഭാര്യയും പാതി കുടിക്കണമെന്ന് ഭരണഘടനയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാ എന്ന് ആ കുട്ടി ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ ധർമ്മന് വാക്കുകളില്ല സംസാരിക്കാം. എങ്ങനെ സംസാരിക്കണം, എവിടെ തുടങ്ങണം ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ധർമ്മൻ ബാക്കി പാല് കുടിക്കണില്ല, അങ്ങ് മാറ്റി വെച്ചേക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഞാനും കുടിക്കണില്ല എന്നാൽ പിന്നെ ആഹാരമൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണ്, നിയന്ത്രിക്കുന്നത് നല്ലതാണ് കേട്ടോ. BP കൊണ്ട് നോക്കണം ഷുഗർ ഉണ്ടോയെന്ന് കേട്ടോ. അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം പ്രായമൊക്കെ ആയി തുടങ്ങിയില്ലേ, ഓരോരോ അസുഖങ്ങളൊക്കെ വരാനുള്ള പ്രായമായി. അയ്യോ, എനിക്കങ്ങനെ അസുഖമൊന്നുമില്ല. അല്ല, ഒരു മുൻകരുതൽ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എൻ്റെ ആരോഗ്യകാര്യത്തിൽ സുകന്യയ്ക്ക് അത്രയ്ക്ക് ശ്രദ്ധയുണ്ടല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. സുകന്യ പിന്നെ എന്നും പറഞ്ഞു, ഇന്ന് മണ്ഡപത്തിൽ നടന്ന സംഭവങ്ങളില്ലേ, ആ പെണ്ണേതാ, ആ കുട്ടി ഏതാ, അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അറിഞ്ഞത് കൊണ്ടല്ല. അത് സാരമില്ല, എൻ്റെ അവസ്ഥയും അതുപോലെയൊക്കെ തന്നെയാണ്. ചേട്ടൻ ആരാ, എന്താ, എവിടുന്നാ ഒന്നും എനിക്കും അറിയില്ലല്ലോ. സാരമില്ല, അതൊക്കെ പോട്ടെ. അപ്പോൾ വീണ്ടും ധർമ്മം പറയുന്നുണ്ട്, നിനക്ക് എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ? എന്തിന്? ചേട്ടൻ നിർബന്ധിച്ചിട്ടാണോ ഞാൻ കല്യാണത്തിന് നിർബന്ധിച്ചത്? അല്ല, എന്നാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ തയ്യാറായല്ലോ. എന്തായാലും ഒരു കാര്യം, അത് ജീവിതം മുഴുവനും എനിക്ക് സുകന്യയോടുള്ള കടപ്പാട് എന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങാം. ഉടനെ സുകന്യ പറയാം, നിൽക്കുന്നേ ഒരു മിനിറ്റ്, സിനിമകൾ ഒരുപാട് കാണുമല്ലേ, അതെന്താ? അല്ല, സിനിമ ഡയലോഗുകളൊക്കെ അടിക്കുന്നു, ജീവിതം മുഴുവനും കടപ്പാട് എന്നൊക്കെ ഇത് കാണുന്നത് പഠിച്ചതാണോ, അതോ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ പറയുന്നതാണോ എന്നൊക്കെ സുകന്യ ചോദിക്കുകയാണ്. അപ്പോൾ ധർമ്മൻ അന്തം വിട്ടിട്ട് ചോദിക്കുകയാണ്, എന്താ സുകന്യ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, നമ്മളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയണ്ടേ, അറിയണ്ടേ? നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ആരുടെ ആദ്യ രാത്രി? അല്ല, നമ്മുടെ രണ്ടുപേരുടെയും ആദ്യ രാത്രി അല്ലേ? ചേട്ടൻ്റെ ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുക കേട്ടോ സുകന്യ. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, അല്ല സുകന്യ, ഞാൻ പറഞ്ഞില്ലേ, വിവാഹമണ്ഡപത്തിൽ നടന്ന ആ സ്ത്രീയും കുഞ്ഞിനെ എനിക്ക് അറിയില്ല, അത് സത്യമാണ്. അയ്യോ, അതിനിടയ്ക്ക് ചേട്ടനങ്ങ് വരണ്ടോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ചേട്ടാ എന്ന് പറഞ്ഞ് ഒരു നോർമൽ അല്ലാത്ത രീതിയിലൊക്കെ സുകന്യ സംസാരിക്കുക. അപ്പോൾ ധർമ്മം പറഞ്ഞിട്ട്, തമാശ പറഞ്ഞതല്ലേ, എനിക്കും തമാശക്കാരെ വലിയ ഇഷ്ടമാണ്, ഞാനും ഒത്തിരി തമാശയൊക്കെ പറയും. ദേവമംഗലത്ത് ഞാനും ആര്യനും ആനന്ദും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ തമാശയോട് തമാശയാണ്. ഞാൻ പറയണതൊക്കെ സുകന്യക്ക് ഇഷ്ടമാവുന്നുണ്ടോ? അല്ല, സുകന്യ ഇതൊന്നും കേൾക്കാതെ തലതിരിച്ച് നിൽക്കുന്നല്ലോ, എനിക്ക് കുറേ പറയാനുണ്ടായിരുന്നു.
നമ്മുടെ അതിരാത്രിയല്ലേ പറയേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കുട്ടി പറയാനുണ്ട്, ഓ ചേട്ടൻ്റെ ഒരു സംസാരം കേട്ടതൊന്നും ഇത് അവസാനത്തെ രാത്രിയാണെന്ന്. ഈ എല്ലാം ഒറ്റ രാത്രി കൊണ്ട് പറയണമെന്നാണോ? അത് ശരി. എന്താ സുകന്യെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ? എന്താ ചേട്ടാ എനിക്ക് വട്ടുണ്ടോന്നാണോ ചേട്ടൻ്റെ വിചാരം? എന്ന് പറഞ്ഞൊരു ചാട്ടം ചാടിയിട്ട് നേരെ അവിടെ ഇരുന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുക്കാട്ടോ. സമ്മാന പൊതികളൊക്കെ കിട്ടിയിട്ടുള്ളൂ. അത് ഒരെണ്ണം എടുത്തിട്ട് പറയാം, ഇതൊരു ഒലക്കയല്ല. പിന്നെ അടുത്തെടുത്തിട്ട് പറയാനുണ്ട്, ഇതൊരു മാങ്ങയും അല്ല. അടുത്തെടുത്തിട്ട് ഇത് തേങ്ങയും അല്ല ചക്കയും അല്ല. അപ്പോൾ പിന്നെ മനസ്സിലായല്ലേ എനിക്ക് വട്ടില്ലാന്ന്. ഇപ്പം പിടികിട്ടിയോ? അപ്പോൾ ധർമ്മൻ ഇതെല്ലാം കണ്ട് എന്തൊക്കെയോ ആകെ വല്ലാത്ത ടെൻഷനായി പോയിട്ടോ. എന്നിട്ട് സുകന്യോട് പറഞ്ഞിട്ടുണ്ട്, സുകന്യ എനിക്ക് പറയാനുള്ളത് മുഴുവനും എനിക്ക് സുകന്യോട് തുറന്ന് പറയണം, നീ കേൾക്കണം. എനിക്ക് ആ മണ്ഡപത്തിൽ നടന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആകെ ഒരു മങ്ങലായിരുന്നു. സുകനെ താലി കെട്ടുമ്പോഴും ഞാൻ ജീവനില്ലാത്തൊരു പാവയെ പോലെ ആയിരുന്നു. പിന്നീടാ പക്ഷേ സുകനെ ചെയ്ത ത്യാഗം എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലായത്. സത്യത്തിൽ സുകന്യെ പോലൊരു പെൺകുട്ടിയെ കിട്ടാനായിരിക്കും ദൈവം ഇങ്ങനെയൊക്കെ നടത്തി തന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആ സുകന്യ ഓടി ധർമ്മൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ദൈവത്തിന് വേറെ 100 കൂട്ടം പണിയുണ്ട് ചേട്ടാ, ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക, ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിച്ചാൽ പോരെ? ആഹാ അത് ശരി, അപ്പോൾ ക്ഷീണിച്ചിട്ടാണല്ലേ നിനക്കൊരു മന്ദത, അത് ആദ്യമേ പറയണ്ടായിരുന്നോ? ആ ശരി, എന്നാൽ പിന്നെ കിടക്കാം. അങ്ങനെ സുകന്യ കിടന്നു എന്ന് പറഞ്ഞിട്ട് നാളെ സംസാരിക്കാമെന്ന് പറയാം. അങ്ങനെ നേരെ ബെഡിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ബെഡിൽ ഇങ്ങനെ ഹാർട്ടിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് സെറ്റാക്കുകയും അടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ധർമ്മനാണെങ്കിൽ ആകെ ഒരു നാണം, ഒന്ന് ഇരിക്കണോ കിടക്കണോ ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് സുകന്യെ തന്നെ നോക്കി ആ ബെഡിലേക്ക് ധർമ്മൻ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് സുകന്യയുടെ കയ്യിലേക്ക് ഒന്ന് പിടിച്ചാലോ എന്നും പറഞ്ഞ് ആ ബെഡിലേക്ക് കൈ വയ്ക്കുക. പെട്ടെന്ന് അവൾ ആ കൈ അങ്ങ് എടുത്ത് മാറ്റുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഉറക്കത്തിൽ കുറുക്കം വലിക്കുന്ന ശീലമുണ്ടോ? എന്താ? അല്ല ചേട്ടന് അങ്ങനെ ഒരു ശീലമുണ്ടോ? അല്ല ചെറുതായിട്ട് കുറുക്കം വലിക്കുന്ന ആര്യനൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ശരി, അപ്പം അത് കേൾക്കണതും ബെഡിൽ കിടന്ന തലകണി എടുത്തും കൊണ്ട് ഒരു പോക്ക് പോകാൻ പോവാട്ടോ. അയ്യോ സുകന്യ എങ്ങോട്ട് പോവാ? അല്ല എനിക്ക് ഈ കുറുക്കം വലിയൊന്നും കേട്ട് ഉറങ്ങുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യേട്ടാ, അതുകൊണ്ടേ ഞാൻ തറയിൽ കിടന്നോളാം എന്ന് പറയാം. അയ്യോ അത് വേണ്ട, സുകന്യ കട്ടിലിൽ കിടന്നോ, ഞാൻ കുറുക്കം വലിക്കില്ല, ശ്രദ്ധിച്ചോളാം, ഇവിടെ കിടന്നോ. അങ്ങനെ കട്ടിലേക്ക് കിടക്കുകയാണ് കേട്ടോ സുകന്യ. അങ്ങനെ ധർമ്മനം അടുത്ത് വന്ന് കിടക്കുകയാണ്. എന്നിട്ട് ധർമ്മൻ ഒന്ന് തിരിഞ്ഞ് സുകന്യയുടെ അടുത്തേക്ക് ഒന്ന് നീങ്ങുന്നുണ്ട്, ഒന്ന് ചേർത്ത് പിടിക്കാനോ അടുത്ത് കിടക്കാനൊക്കെ ആയിട്ട്. ഉടനെ സുകന്യ അവിടെ ഇരുന്ന പില്ലോ എടുത്ത് നടുക്ക് വെച്ചിട്ട് പറയാം, അയ്യോ ചേട്ടനൊന്ന് അങ്ങോട്ട് നീങ്ങി കിടക്കാവോ? അപ്പോൾ ധർമ്മനങ്ങ് ആകെ ചമ്മിപ്പോയി കേട്ടോ. എന്നിട്ട് ആ പില്ലോ എടുത്ത് നടുക്ക് വെച്ചിട്ട് പറയണ്ടേ, എനിക്കാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങണം കേട്ടോ, ആര് ശല്യപ്പെടുത്തത് എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞ് ആ കുട്ടി തിരിഞ്ഞ് അങ്ങോട്ട് കിടന്നങ്ങ് ഉറങ്ങാണ്. ധർമ്മൻ ആകെ സങ്കടത്തിലായി, എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു സ്വഭാവ രീതി. അതോടുകൂടി ധർമ്മൻ്റെ മനസ്സും അങ്ങ് വല്ലാണ്ടായി കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ആ കുട്ടി കിച്ചണിലേക്ക് കയറി വന്നിട്ടുണ്ട്. നന്ദിത അവിടെ ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാട്ടോ. അപ്പോഴാണ്, എങ്ങനെയുണ്ട് വീടൊക്കെ, പുതിയ വീടൊക്കെ നിനക്ക് ഇഷ്ടമായോ, ഉറങ്ങിയോ നന്നായിട്ടെന്ന് ചോദിക്കാം. അപ്പോഴാണ് ആ കുട്ടി പറയണത്, ഞാനിന്നലെ ഉറങ്ങിയതേ ഇല്ല, എനിക്ക് തോന്നി എന്നൊന്ന് നാണത്തിൽ നന്ദിത പറയുമ്പം, നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നാണ് നിങ്ങൾ പറയുന്നത്? ആദ്യ രാത്രി ആയതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല എന്നാണോ? കൊള്ളാം, ഇവിടെ ഒടുക്കത്ത് കൊതുക് കടി കൊണ്ട് ഞാൻ ഉറങ്ങിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഉറങ്ങുന്നത്, നിങ്ങൾക്കൊന്നും കൊതുക് കടിക്കുന്നില്ലേ? കൊതുകിനെ അടിച്ചടിച്ച് നേരെ വെളുപ്പിച്ചു എന്നിങ്ങനെ പറയണ്ട്. അപ്പോൾ നന്ദിത പറയുന്നുണ്ട്, അല്ല മോളെ, അത് ഇവിടെ കൊതുക് ഏതെന്ന്, ഇവിടെ ധർമ്മയായിട്ട് കൂർക്കം വലിയ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആരാ, ഞാൻ പകരക്കാരിയായിട്ടാണല്ലോ ഇവിടെ വന്നത്. അപ്പം പിന്നെ എന്ത് ഫസ്റ്റ് നൈറ്റ്? ഒരു പെണ്ണിനെ ചതിച്ച് ഒരു കുഞ്ഞുമാക്കിയിട്ട് മറ്റൊരു പെണ്ണിനെ താലി കെട്ടാൻ ഒരുങ്ങിയ പുരുഷൻ്റെ ഭാര്യ. അല്ലെങ്കിൽ നീ എവിടെ നിന്നൊക്കെ ഏതൊക്കെ പെണ്ണുങ്ങളാണ് ഇനി വരുന്നത് ദൈവത്തിന് തന്നെ അറിയാം എന്ന് ആ കുട്ടി പറയാട്ട് നന്ദിതയോട്. അപ്പം നന്ദിത പറയുന്നുണ്ട്, അയ്യോ ധർമ്മൻ ഒരു പാവമാണ്, ഒരു ചതി എവിടെ നടന്നതാണ്, അല്ലാതെ ഇന്നലെ മണ്ഡപത്തിൽ നടന്നതൊന്നും സത്യമല്ല. ഓ ചതി നടന്നു, അതെനിക്ക് ഉറപ്പാണ്. ആ പെണ്ണിനെ പറഞ്ഞ് പറ്റിച്ചു, എന്നിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെ ധർമ്മൻ എന്ന് പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ ചെയ്യുന്നതെല്ലാം അധർമ്മമാണ്. ഓരോരുത്തരെയും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. പാവം പറഞ്ഞ് നടക്കും, എന്നിട്ട് ചെയ്യുന്നതൊക്കെ വേറെ പലതും ആയിരിക്കും. കയ്യിലിരിപ്പ് ദുര്യൻ്റെ ദുശാസൻ്റെയും ഒക്കെയാണ്. അയ്യോ മോളെ മിണ്ടണ്ട, നിങ്ങൾ ഒറ്റ അക്ഷരം മിണ്ടണ്ട, മതി, എനിക്കെല്ലാം മനസ്സിലായി. സ്വന്തം വീട്ടിലുള്ളവരെ കുറിച്ച് വീട്ടുകാർക്ക് ഒടുക്കത്തെ മടുപ്പായിരിക്കും. സ്വഭാവം ശരിക്കറിയണമെങ്കിലേ നാട്ടിൽ അന്വേഷിക്കണം, ആളുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് അവിടെ അറിയാൻ പറ്റും. അപ്പോൾ നന്ദിത പറയുന്നുണ്ട്, അയ്യോ മോള് ചെല്ല്, ആദ്യത്തെ ദിവസം തന്നെ അടുക്കളയിൽ കയറണ്ട. അയ്യോ ഞാൻ സഹായിക്കാൻ വന്നതൊന്നുമല്ല, ഞാൻ ഇതുവരെ കോഫി വന്നില്ലല്ലോ, അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. മോള് പൊക്കോ, ഞാൻ ചായ അങ്ങോട്ട് കൊണ്ടുവരാം. ചായയോ?
ചായയൊന്നും ഞാൻ കുടിക്കില്ല, എനിക്ക് കോഫി മതി, ഞാൻ അത് മാത്രമേ കുടിക്കത്തുള്ളൂ എന്നിങ്ങനെ അത് പറയുമ്പോൾ നന്ദിത ആകെ പരിഭ്രമിച്ചു പോയി. ഇനി ഇതെന്തേ ഒരു വല്ലാത്ത രീതിയിലുള്ള സംസാരം. അതൊക്കെ കഴിഞ്ഞ് ധർമ്മൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഏട്ടന്മാർ രണ്ടുപേരും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ധർമ്മ നിനക്കിപ്പോൾ സന്തോഷമായില്ലേ, നല്ലൊരു ജീവിതമൊക്കെ ആയില്ലേ, പിന്നെ എന്താ നീ ഇങ്ങനെ വിഷമമൊക്കെ ആയിട്ടിരിക്കുന്നത്? ഒന്നുമില്ല കേട്ടാ, ഞാൻ വെറുതെ ഇങ്ങനെ നിന്നേ ഉള്ളൂ, എനിക്ക് സന്തോഷം തന്നെയാണ്. അപ്പോൾ അച്യുതൻ വന്ന് പറയുന്നുണ്ട്, സുകന്യ നല്ല കുട്ടിയെ ധർമ്മ, എന്നാലും ഇന്നലത്തെ ആ സംഭവത്തിൽ സുകന്യ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായില്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ രാജശ്രീ വന്ന് ചോദിക്കുന്നുണ്ട്, ഏട്ടന്മാരൊക്കെ ആയിട്ട് എന്താ ഇവിടെ കൊച്ചു വർത്തമാനം? ഇന്നലത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ധർമ്മനല്ല ആരും ഇന്നലത്തെ കാര്യങ്ങളൊന്നും മനസ്സിലിട്ടിരിക്കരുത്, ഇനി ഇവനൊരു പുതിയ ജീവിതമായി. അപ്പോൾ ഇന്ദിരാമ്മ പറയുന്നുണ്ട്, എന്നാലും അവൾ കൊള്ളാലോ, എന്ത് ഭാവിച്ചിട്ടാണ് അവൾ ആ കല്യാണ മണ്ഡപത്തിൽ ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ട് വന്നത്? ഇവർ തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ ധർമ്മം പറയണത്, ഞാനും അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പോൾ രാജശ്രീ പറയാണ്ട്, അതിനുത്തരം ആ പെണ്ണിനും ധർമ്മനും മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. ധർമ്മ നീ സത്യം പറ, നിനക്ക് അവളെ അറിയോ? എൻ്റെ ഏട്ടത്തി തിളച്ച എണ്ണയിൽ കൈമുക്കി ഞാൻ സത്യം ചെയ്യണോ? അത് പറ, എനിക്ക് അവളെ അറിയില്ല. എത്ര വട്ടം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ആ പെൺകുട്ടിയെ കാണുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഒരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ട്, അത് ഉറപ്പാണ് എന്നിങ്ങനെ ധർമ്മം പറയാം. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇന്ദിരാമ്മ പറയുന്നുണ്ട്, എന്തായാലും അച്യുത അനന്ത ആ പെണ്ണിനെ നമുക്കൊന്ന് കണ്ടുപിടിക്കണം, ആരാ അയച്ചത്, എന്താ അവളുടെ ഉദ്ദേശം, ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ അച്യുതൻ്റെയും അനന്തിൻ്റെയും മുഖം അങ്ങ് വല്ലാണ്ടായി കേട്ടോ. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, വേണ്ടമ്മേ, നമുക്കിതിൻ്റെ ആവശ്യമില്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കാണെന്ന് എനിക്ക് വയ്യ. ഒരു നല്ല പിള്ള ചമഞ്ഞിട്ട് അനന്തനും അച്യുതനും കൂടെ പറയാണ്, അയ്യോ ധർമ്മ അങ്ങനെയൊന്നുമല്ല, നീ മനസ്സാ വാച അറിയാത്ത കാര്യമല്ലേ. അപ്പോൾ എവിടുന്നോ വന്നൊരു പെണ്ണ് കല്യാണം മുടക്കാന്ന് വെച്ചാൽ അമ്മ പറഞ്ഞ സത്യം തന്നെയാണ്, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം എന്ന് അച്യുതൻ പറയാം. അപ്പം അച്യുതൻ ഉടനെ അനന്തം പറയേണ്ടിട്ട്, വേണ്ട ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകിലൊന്നും നമുക്ക് പോകണ്ട, ധർമ്മൻ പറയുന്ന പോലെ നമുക്കെല്ലാം മറക്കാം. അല്ലെങ്കിലും ഏട്ടാ എന്നും പറഞ്ഞ് അച്യുതൻ പറയാട്ടോ, ഇതിൻ്റെ പിന്നിലെല്ലാം ആ ബാലൻ തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ അത് ഇന്ദിരാമ്മ പറയേണ്ട, ഇല്ല ബാലൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്ക് ബാലനെ നന്നായിട്ട് അറിയാമെന്ന്. അച്യുതൻ്റെ മുഖം അങ്ങ് വക്രിച്ചതുപോലെ ആയ അത് കേട്ടപ്പോഴത്തേക്കും. അപ്പോൾ സുകന്യ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനന്തൻ ചോദിക്കുന്നുണ്ട്, സുകന്യ എങ്ങനെയുണ്ട്, വീടൊക്കെ ഇഷ്ടമായോ, സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ മുറിക്കേ അത്ര വലിയ വലിപ്പമൊന്നുമില്ല, സൗകര്യം വളരെ കുറവാണ്. അപ്പോൾ ഇവരുടെ മുഖം അങ്ങ് ഒരുമാതിരി ആയി കേട്ടോ. അപ്പോൾ അച്യുതൻ പറയാണ്, ശരി നമുക്ക് വലിപ്പമുള്ള മുറിയിലേക്ക് മാറാം, അതൊന്നും കുഴപ്പമില്ല. പിന്നെ വേറെ എന്തെങ്കിലും കുറവുകളുണ്ടോ പറഞ്ഞോ? വേറെ കുറവുകളായിട്ട് ഒന്നും കാണുന്നില്ല. പിന്നെ രാജശ്രീ ഏട്ടത്തി, പിന്നെ ഉച്ചയ്ക്ക് ഊണിന് ഫിഷ് ഉണ്ടാവുമോ? ഫിഷ് എനിക്ക് ഫിഷ് ഉണ്ടെങ്കിലേ ഊണ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നന്ദിത പറയുന്നുണ്ട്, എനിക്ക് ഫിഷ് ഉണ്ടെങ്കിൽ ചോറിറങ്ങുള്ളൂ എന്ന് പറയുമ്പോൾ നന്ദിത പറയുന്നുണ്ട്, നമുക്ക് വാങ്ങാൻ മോളെ, ഒന്നും കൊണ്ട് പേടിക്കണ്ട, മോൾക്ക് പാചകമൊക്കെ അറിയാമോ എന്ന് ഇന്ദിരാമ്മ ചോദിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല, ഒരു ചായ ഇടാൻ പോലും ഒരു കോഫി ഇടാൻ പോലും എനിക്കറിയത്തില്ല എന്ന് പറയാം. എല്ലാവരും ചിരിച്ചങ്ങ് രസിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ രാജശ്രീ പറയുന്നുണ്ട്, പാചകമൊക്കെ നമുക്ക് പഠിക്കാം, ഞാൻ പഠിപ്പിച്ചു തരാം. വേണ്ട ഏട്ടത്തി, എനിക്ക് പാചകം തീരെ ഇഷ്ടമല്ല. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, അതൊക്കെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്തോ, എന്തായാലും ഞാൻ സ്റ്റോറിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാണ്. ഗോമതി സ്റ്റോറിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്ന ധർമ്മനോട് അച്യുതൻ പറയുന്നുണ്ട്, മതി നീ എങ്ങോട്ടാണ് പോകുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞില്ല ഗോമതി സ്റ്റോറിലേക്ക് പോകണ്ടെന്ന്, ആ പെട്ടിക്കടയുമായിട്ടുള്ള ഒരു ബന്ധം ഇനി നിനക്ക് വേണ്ട പറഞ്ഞിട്ടല്ലോ. പിന്നെ നാളെ രാവിലെ നീ ഫാക്ടറിയിലേക്ക് വാ, ഇന്നൊരു ദിവസം കൊണ്ട് നീ റെസ്റ്റ് എടുക്കുക, അവിടെ നിനക്ക് ജോലി തരും എന്ന് പറയാണ്. അപ്പം രാജശ്രീ പറയാനുണ്ട്, ധർമ്മ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ ഇനി ആ കടയിൽ ചെല്ലണ്ട, ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഏട്ടന്മാർ പറയണ കേട്ടങ്ങ് സന്തോഷത്തോടെ ജീവിക്കുക, അതാ നല്ലത് അല്ലേ സുകന്യെ എന്ന് പറയാം. അപ്പോൾ സുകന്യ ഉടനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ, സ്റ്റോറിൽ പോയാലും ശരി ഫാക്ടറിയിലും ആയാലും ശരി 10 കാശുണ്ടാക്കണം, എനിക്കത്രയേ ഉള്ളൂ എന്ന്. അല്ലെങ്കിൽ തന്നെ ഈ ദാരിദ്ര്യം പറഞ്ഞിട്ടുള്ള ജീവിതമൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നും കൂടെ കൂട്ടിച്ചേർത്ത് അങ്ങ് പറയാട്ടോ. അതോടുകൂടി എല്ലാവർക്കും തീരുമാനമായി. നമ്മുടെ പാപം പിടിച്ച ധർമ്മൻ ആകെ ധർമ്മ സങ്കടത്തിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതാണ് എപ്പിസോഡ് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.